ഹായ് ഫ്രണ്ട്സ്, വി എസ് വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കടായി മഷ്റൂം റെസിപ്പിയാണ് ചെയ്യുന്നത്. കടായി മഷ്റൂം ഇത് നിങ്ങൾക്ക് റൊട്ടി, ഫുൾക്ക, റൈസ് എന്നിവയ്ക്കൊപ്പം ഒരു നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം വേണ്ടത് മഷ്റൂമാണ്. ഇത് ഞാൻ നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ജീരകം, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പച്ചമല്ലിപ്പൊടി, ജീരകം, പിന്നെ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു 5-6 കുരുമുളക്. പിന്നെ വന്നിട്ട് ഞാൻ മല്ലിച്ചപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത്, ലേശം ബട്ടർ, പിന്നെ വന്നിട്ടൊരു 8-10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെയും കട്ട് ചെയ്യേണ്ട ഒരു ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം, ക്യൂബ് ഷേപ്പ്. പിന്നെ വന്നിട്ട് ആ ഉള്ളിക്ക് പുറമെ ഇങ്ങനെ ഒരു ഉള്ളി ഇതെങ്ങനെയും കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ ഷേപ്പിൽ. അപ്പം ഇനി ഇതെങ്ങനെ തയ്യാറാക്കുക നോക്കല്ലേ. ആദ്യമായി ഒരു പാന് വെച്ച് അതിലോട്ടൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ജീരകം, അതേപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ട് ഒരു പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു 5-6 കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ചെറുതായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഉള്ളി വന്നിട്ട് വല്ലാതെ കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ ടൊമാറ്റോ, തക്കാളി കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ക്യാപ്സിക്കവും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചില്ലേ, ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഉള്ളിയും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ കുക്കാവൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് അത്ര തന്നെ. ഈ ഒരു പാകം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി വീണ്ടും നമ്മളൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മഷ്റൂം കൂന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഈ കൂനിലുള്ള വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയിക്കോളും. മറ്റേത് നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നമ്മളിതൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രേവിയിലോട്ട് നമ്മൾ ഡയറക്റ്റാണ് ഈ മഷ്റൂം ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഈ അഡീഷണൽ വെള്ളം കൂടുതൽ വെള്ളമായി പോകുള്ളൂ. നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കൂനിൽ നിന്ന് വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. ഈ വെള്ളം വന്നിട്ട് നമ്മൾ കൂൻ നന്നായിട്ടൊന്ന് കഴുകുകയൊക്കെ ചെയ്യില്ല, അപ്പോഴത്തെ വെള്ളം തോന്നുന്നു. ഈ ഒരു ഭാഗം നമുക്ക് ഞാൻ കൂനൊക്കെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാനിലോട്ട് ലേശം ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അരച്ച് വെച്ചില്ലേ, ഈ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ ബട്ടറൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. നമുക്ക് ഈ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പച്ചമല്ലിപ്പൊടി ഏകദേശം 1 സ്പൂൺ പച്ചമല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ പച്ചമല്ലിപ്പൊടിയുടെ ആ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ലേശം അധികമൊന്നും ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ പെരുംജീരകം ആഡ് ചെയ്തിട്ട്, പെരുംജീരകം ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഉള്ളി, ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഉള്ളിയും ഷാലോ ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഉടൻ തന്നെ ഇതിലോട്ട് നമ്മുടെ കൂനും ആഡ് ചെയ്യാം. കണ്ടില്ലേ, വെള്ളമൊന്നും ഒട്ടുമില്ല നമ്മുടെ കൂനിൽ. ഈ കൂൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഉണ്ട്, ജസ്റ്റ് ഒരു 5 to 6 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ മഷ്റൂമും ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം ഏകദേശം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഗരം മസാല, ഏകദേശം ഒരു 3/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഗരം മസാല ആഡ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലേശം കൂടിയും ബട്ടർ, ഈ സ്റ്റേജിൽ ലേശം കൂടിയും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ബട്ടർ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടായി മഷ്റൂം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയും ഒക്കെ പാകമായിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്, കടായി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടായി മഷ്റൂമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.